ബംഗളൂരു ദുരന്തത്തിൽ RCBക്കെതിരെ കേസ്. RCB, കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ എന്നിവരെ പ്രതിയാക്കി ബംഗളൂരു കബൺ പാർക്ക് പോലീസ് കേസെടുത്തു. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി രുജീഷ് വി രവീന്ദ്രനാണ് ചേരുന്നത്. രുജീഷ്, ഇന്നലെ ഈ ഒരു സമയത്താണ് അപകടം ഉണ്ടാകുന്നതും തുടർന്ന് ഉള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമായിരുന്നു. അതിലാണ് ഇപ്പോൾ നിയമ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് അനുമതി നിഷേധിച്ച പരിപാടി എങ്ങനെ നടന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെയധികം ചർച്ചയാവുന്ന സമയത്താണ് ഇപ്പോൾ RCBക്കെതിരെയും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനെതിരെയും കേസെടുത്തിരിക്കുന്നത്. എന്ത് ഒക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്? ഏത് രീതിയിലാണ് നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്? സ്വാതി, നിലവിൽ ക്രിമിനൽ നെഗ്ലിജൻസ് കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും സർക്കാരിനെതിരെ വലിയ വിമർശനം ഒരു ഭാഗത്ത് ഉയരുമ്പോഴാണ് എന്തായാലും പോലീസ് RCB, അതോടൊപ്പം ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ ഇവന്റ് മാനേജർമാരായ DNA എൻ്റർടൈൻമെൻറ്റ്സ്, അതോടൊപ്പം കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ, ഈ 3 വിഭാഗത്തെയും പ്രതി ചേർത്തുകൊണ്ട് ഇപ്പോൾ ആ കേസ് താൽക്കാലികമായി ഒരു തുടക്കത്തിലൊരു FIR രജിസ്റ്റർ ചെയ്തത് മാത്രമാണ്. പക്ഷേ ആ കൂടുതൽ നടപടികളിലേക്ക് പോകും. കാരണം ആരാണ് ഈ ഒരു സ്റ്റാമ്പേഡിന് ഉത്തരവാദി എന്ന കാര്യത്തിൽ വലിയ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ട്. കാരണം RCB ആകട്ടെ സൗജന്യമായാണ് ടിക്കറ്റ് ആരാധകർക്ക് നൽകിയിരുന്നത്. ഇത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചതോടെയാണ് ഒരുപാട് ആളുകൾ, സാധാരണഗതിയിൽ 35,000 ആളുകളെ മാത്രം ഉൾക്കൊള്ളാവുന്ന ഒരു സ്റ്റേഡിയത്തിന് പുറത്ത് ആ പ്രദേശത്ത് മാത്രം 2.5 ലക്ഷത്തിലധികം ആരാധകരാണ് തടിച്ചുകൂടിയത്. ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന് RCB മാനേജ്മെന്റിനെതിരെയും വലിയ വിമർശനമുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കേസ് വരുന്നത്. എന്തായാലും തുടർ നടപടികളിലേക്ക് പോകും. ഈ സർക്കാരിനെതിരെ വലിയ വിമർശനം, സർക്കാരിനെതിരെ കോടതി തന്നെ സ്വമേധയാ ഹൈക്കോടതി കേസെടുക്കുകയും അതോടൊപ്പം കേസെടുക്കുകയല്ല, നോട്ടീസ് അയക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പോലീസ് കേസ് നടപടികളുമായി പോകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ജൂൺ 10-ാം തീയതിയാണ് സർക്കാർ ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് 10-നുള്ളിലാണ് കോടതിക്ക് നൽകേണ്ടത്. അതിനുശേഷമായിരിക്കും കോടതി 10-ാം തീയതി പരിഗണിക്കുമ്പോഴായിരിക്കും തുടർ നടപടി എന്ന് കോടതി അറിയിക്കുക. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസ് ബംഗളൂരു ദുരന്തത്തിൽ RCBക്കെതിരെയും അതുപോലെ തന്നെ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ എന്നിവരെ പ്രതിയാക്കി ബംഗളൂരു കബൺ പാർക്ക് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്.